Good morning, dear students. Let's go to the classroom. In the previous class, we have completed the poem Sunrise on the Hills. Now we have to continue the activity of that poem, the appreciation of the poem. Okay, listen carefully. The poem Sunrise on the Hills by the writer H.W. Longfellow is a lyric that extols the beauty of nature and how nature can soothe you when you are in trouble. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നത് H.W. ലോങ്ഫെലോയുടെ ഒരു പോയമാണ്. ഇതിൽ അദ്ദേഹം പ്രകൃതിയുടെ സൗന്ദര്യത്തെപ്പറ്റിയും നമ്മളെല്ലാം പ്രയാസത്തിലാകുമ്പോൾ എങ്ങനെ പ്രകൃതി നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ദ ഹീലിംഗ് പവർ ഓഫ് നേച്ചർ. സുഖപ്പെടുത്താനുള്ള പ്രകൃതിയുടെ കഴിവിനെക്കുറിച്ചാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദാറ്റ് മോർണിംഗ് ദാറ്റ് വെൻ ദ സൺ ഷൈൻസ് ഓൺ ദ വുഡ് ആൻഡ് ഹിൽസ്. ഒരു പ്രഭാതത്തെക്കുറിച്ചാണ് പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്നത്. ആ പ്രഭാതത്തിൽ മലമുകളിൽ സൂര്യൻ ഉദിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ആൻഡ് ആസ്ക് ദ റീഡേഴ്സ്, എന്നിട്ട് വായനക്കാരോട് ആവശ്യപ്പെടുന്നു, ടു റിട്ടേൺ ടു നേച്ചർ ടു കംഫോർട്ട് ദെയർ സോൾസ്. അവരുടെ ആത്മാവിനെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രകൃതിയിലേക്ക് മടങ്ങാൻ വേണ്ടി പോയറ്റ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദ പോയം ഓപ്പൺസ് വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗ്രാൻഡ് ഗ്ലോറിയസ് റിട്ടേണിംഗ് മാർച്ച്. വളരെ മനോഹരമായ സൂര്യൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചാണ് പോയം തുടങ്ങുന്നത്. വിച്ച് ദ പോയറ്റ് വാച്ചസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹിൽ. ഇത് അദ്ദേഹം നിരീക്ഷിക്കുന്നത് ഒരു മലമുകളിൽ വെച്ചാണ്. ദ സൺസ് ഗ്ലോറി ഔട്ട്ഷൈൻസ് എവറിത്തിങ് എൽസ്. സൂര്യൻ്റെ ശോഭ എല്ലായിടത്തും പരക്കുന്നുണ്ട്. ദ ഫോറസ്റ്റ് ആർ ബ്രൈറ്റൻഡ്. കാട് വളരെ പ്രകാശപൂരിതമാകുന്നു. മൈൽഡ് ബ്രീസസ് ആർ കിസ്സിങ്. ഇളം തെന്നൽ എല്ലാവരെയും താഴ്വരയെല്ലാം ചുംബിക്കുന്നുണ്ട്. ദ വാലി ബ്രൈറ്റൻഡ് ബൈ ദ ഡോൺ. ഈ ഒരു താഴ്വര വളരെയധികം ശോഭിച്ചിട്ടുണ്ട്. ദ ക്ലൗഡ്സ് ആർ അണ്ടർ ഹിം. അദ്ദേഹത്തിൻ്റെ താഴെയാണ് മേഘങ്ങളെല്ലാം, കാരണം അദ്ദേഹം മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ആൻഡ് ദേ ആർ ബാത്ത്ഡ് ഇൻ ലൈറ്റ്. എന്നാൽ ഈ മേഘങ്ങളെല്ലാം വെളിച്ചത്തിൽ കുളിച്ചിട്ടുണ്ട്. ആസ് എ മിസ്റ്റ് ക്ലിയേഴ്സ് അവേ ഇൻ ദ റൈസിങ് സൺ. മഞ്ഞ് പോകുമ്പോൾ നമുക്ക് എന്ത് കാണാം? മെനി പീക്സ് വിത്ത് ദെയർ ഷാർപ്പ് സ്പിയർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ. കുന്തത്തിൻ്റെ മുനകൾ പോലെയുള്ള ഒരുപാട് പ്രൊജക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ദ ക്ലൗഡ്സ് ദാറ്റ് ഗ്യാതേർഡ് മിഡ്വേ റൗണ്ട് ദ വൂഡഡ് ഹൈറ്റ് ആൻഡ് നൗ ലുക്ക് ലൈക്ക് എൻ ആർമി ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ. അല്ലെ, വളരെയധികം ശോഭിച്ചിരുന്ന മേഘങ്ങളെ ഇപ്പോൾ അവയെല്ലാം നടുവിലായി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അവയെ കണ്ടാൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട പടയാളികളെപ്പോലെ നമുക്ക് തോന്നും. അവരുടെ ശോഭ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദെൻ വെൻ ദ ക്ലൗഡ്സ് ആർ ലിഫ്റ്റഡ്. മേഘങ്ങളെയെല്ലാം അവിടുന്ന് മാറ്റുമ്പോൾ ദർ ഇസ് എ സൈറ്റ് ഓഫ് എ ബ്യൂട്ടിഫുൾ വാലി. അവിടെ മനോഹരമായ ഒരു താഴ്വര കാണാം. ഇത് സെക്കൻഡ് സ്റ്റാൻസയാണ്. സെക്കൻഡ് സ്റ്റാൻസയുടെ ഡിസ്ക്രിപ്ഷനാണ്. എ റിവർ ഈസ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അല്ലെ, ഒരു വളരെ മനോഹരമായ ഒരു നദി ഒഴുകുന്നത് കാണാം. ആൻഡ് ദ ബിറ്റേൺ ഫ്ലൈസ് മേക്കിംഗ് നോയ്സ്. അതുപോലെ തന്നെ അവിടെ ഒരു പക്ഷി വട്ടമിട്ട് പറക്കുന്നത് കാണാം. ദർ ഇസ് എ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചിലെ ഒരു മാറ്റം നമുക്ക് കാണാം. ഫ്രം ദ സൈറ്റ് ടു ഹിയറിംഗ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ. ഫസ്റ്റ് സ്റ്റാൻസയിൽ മുഴുവനും ഒരുപാട് സൈറ്റുകളാണ് കാണുന്നത്, ഒരുപാട് കാഴ്ചകളാണ്. അതിൽ നിന്നും ചെറിയൊരു മാറ്റം, അല്ലെ, ഒരു ഹിയറിങ്ങിലേക്ക്, ഒരു കേൾവിയിലേക്ക് നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് പോകാം. ദ പോയറ്റ് ക്യാൻ ഹിയർ ദ സൗണ്ട് ഓഫ് റിവർ ഫ്ലോ. പുഴയുടെ ഒഴുക്ക് കാണാം. വില്ലേജ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കാം. ആൻഡ് വൈൽഡ് ഹോൺസ്, അല്ലേ, ഒരുപാട് ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം. ഹി സീസ് കറൻറ്റ് വേൾ ആൻഡ് ഷൈൻ ഇൻ ദ ലൈറ്റ്. അല്ലേ, ഒരു നല്ല ചുഴി കാണാം. ദ ലേക്ക് ഈസ് ബ്ലൂ വിത്ത് ദ ബീച്ച് ഓഫ് സിൽവർ സാൻഡ് ആൻഡ് നിയർ ഇറ്റ്. അല്ലേ, അതുപോലെ തന്നെ മനോഹരമായ തീരം, വെള്ളി മണലാൽ പൂശിയ തീരം കാണാം.
ദ തിക്ക് ഫോറസ്റ്റ് ഈസ് ബെൻഡിങ് ആസ് ഇഫ് ടു റീച്ച് ആൻഡ് കിസ് ദ ലേക്ക്. അതുപോലെ തന്നെ ഇടതൂർന്ന വനങ്ങൾ ഈ വെള്ളിമണൽ പൂശിയ തീരത്തേക്ക് ചാഞ്ഞ് അല്ലെങ്കിൽ ബെൻഡ് ചെയ്തുകൊണ്ട് അവയെ കിസ് ചെയ്യുന്നതായി നമുക്ക് തോന്നും. ദ ജെൻറ്റിൽ ആൻഡ് ദ മെലോഡിയസ് സൗണ്ട് ഓഫ് ദ വില്ലേജ് ബെൽ ഈസ് എക്കോയിങ് ഓൺ ദ ഹിൽസ്. വളരെ മനോഹരമായ ഗ്രാമത്തിലെ മണിയൊച്ച മലമുകളിൽ മുഴുവനും പ്രതിധ്വനിക്കുന്നത് കാണാം. ദ തിൻ സ്മോക്ക് സ്റ്റാർട്ട്സ് കമ്മിങ് ഔട്ട് ഫ്രം ദ വൂഡഡ് വാലി. അതേപോലെ തന്നെ താഴ്വാരത്തിൽ നിന്നും മരങ്ങൾക്കിടയിലൂടെ ചെറിയ പുക ഉയരുന്നത് കാണാം. ഫ്രം ദ ഹട്ട്സ് ഓഫ് ദ പീപ്പിൾ ലിവ്ഡ് ഇൻ ദ വാലി. ഇതെന്തായിരിക്കാം? ഇറ്റ് മേ ബി ഫ്രം ദ ഹട്ട്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ വാലി. ഇത് എവിടെ നിന്നായിരിക്കാം? താഴെ താമസിക്കുന്ന ചെറിയ കുടിലുകളിൽ നിന്നുള്ള പുകയായിരിക്കാം. Then the poem comes down to a concentrate on a philosophy of life. ലാസ്റ്റ് സ്റ്റാൻസയിലൂടെ ഒരു ഫിലോസഫി ഓഫ് ലൈഫാണ് കൺവേ ചെയ്യുന്നത് അല്ലേ. ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ ദ പോയറ്റ് സെയ്സ് ദാറ്റ്. പോയറ്റ് നമ്മോട് പറയുന്നു, ഇഫ് യു ആർ വോൺ ഔട്ട് ഓർ ട്രബിൾഡ് വിത്ത് ഡിഫിക്കൽട്ട് സറൗണ്ടിങ്സ്. നിങ്ങളെല്ലാവരും വളരെയധികം നിങ്ങളുടെ ചുറ്റുപാടുകളാൽ പ്രയാസപ്പെട്ടവരാണെങ്കിൽ, നേച്ചർ ദെയർ ടു കൺസോൾ യു. അവിടെ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുണ്ട്? പ്രകൃതിയുണ്ട്. ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ ഹാസ് ഈസ് നോട്ട് ഡിംഡ് ബൈ ടിയേഴ്സ് ഓഫ് എനി കൈൻഡ്. പ്രകൃതി അണിഞ്ഞ മനോഹരമായ ദൃശ്യം അല്ലേ ഒരു കണ്ണുനീരിനും മായ്ച്ചു കളയാൻ സാധിക്കില്ല. ദെൻ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ വുഡ് റെഡ്യൂസ് ദ ഹാർഡ്ഷിപ്പ് ഇൻ യുവർ ലൈഫ്. പ്രകൃതിയുടെ മനോഹാരിത നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയെല്ലാം കുറച്ചെടുക്കാൻ സാധിക്കും. To enhance the beauty of nature, the poet used so many visual and auditory images. അല്ലേ, ഈ ഒരു പോയം മനോഹരമാക്കാൻ ഒരുപാട് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജ് പോയറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലേ, എന്തെല്ലാമാണ് ഈ ഒരു പോയത്തിൻ്റെ സ്റ്റൈലിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അല്ലേ, ദ റൈം സ്കീം ഈസ് AABBCCDD. ഇതാണ് അതിൻ്റെ റൈം സ്കീം. റൈമിംഗ് വേർഡ്സ് ആർ ആർച്ച്, മാർച്ച്, ഗേൽസ്, വെയിൽസ്, ലൈറ്റ്, ഹൈറ്റ്. ഇതൊക്കെയാണ് ഇതിൻ്റെ റൈമിംഗ് വേർഡ്സ്. ദ പേഴ്സോണിഫിക്കേഷൻ ഈസ് യൂസ്ഡ്. അല്ലെ, പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തത് സൺസ് റിട്ടേണിങ് മാർച്ച്. അല്ലെ, സൂര്യൻ്റെ തിരിച്ചുവരവ് എന്നുള്ളതിൽ ഒരു പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യത്വാരോപണം. ഇവിടെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്താണ് ജീവനുള്ള ഒരു സംഗതിയെ ആണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജീവനുള്ളതിനെ പറയുന്നത് പോലെ പറയുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ സോഫ്റ്റ് ഗെയിൽസ് വെൻ ഫോർ ടു കിസ് ദ സൺ ക്ലേഡ് വെയിൽസ്. അതുപോലെ തന്നെ മന്ദമാരുതൻ താഴ്വരയെ മുത്തമിടാൻ പോകുന്നു. ഇതെല്ലാം പേഴ്സോണിഫിക്കേഷനാണ്. ദെൻ ദ അലിട്രേഷൻ ഈസ് യൂസ്ഡ്. അലിട്രേഷൻ യൂസ് ചെയ്തതിന് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ദ ഇനീഷ്യൽ സൗണ്ട്സ് ആണ്. ബ്ലാസ്റ്റഡ് വെയർ, ഫെയിൻ ഫാർ, ഹിൽസ്, ഹെവൻസ്. ഇതൊക്കെ അലിട്രേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ദ സിമിലി യൂസ്ഡ്. അല്ലേ, സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. ലൈക്കോ ആസോ വെച്ച് ഉപയോഗിക്കുന്നതിനാണ് സിമിലി എന്ന് പറയുന്നത്. ക്ലൗഡ്സ് ഈസ് കമ്പയർഡ് ടു ദ ബാറ്റിൽ ഓവർ ത്രോൺ. അല്ലേ, അവിടെ മേഘത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ട പടയാളികളെ പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലേ, അവയെ പോലെ എന്ന് ലൈക്ക് വെച്ച് പറയുന്നുണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ്, പിനാക്കിൾ ഈസ് കമ്പയർഡ് ടു ലാൻഡ്സ്. ഇതെല്ലാം മെറ്റഫറാണ്. മെറ്റഫറും സിമിലിയും മാറിപ്പോകരുത്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മറ്റൊന്നായി പറയുന്നതിനെ മെറ്റഫർ എന്നും, സിമിലി എന്ന ഒരു കാര്യം മറ്റുള്ളതിനെ പോലെ എന്ന് പറയുന്നതിന് സിമിലി എന്ന് പറയുന്നു. എക്സാമ്പിളിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഷീ ഈസ് ലൈക്ക് എ റോസ് എന്ന് പറഞ്ഞാൽ അത് സിമിലിയാണ്. ഷീ ഈസ് ലൈക്ക് എ റോസ് എന്ന് പറഞ്ഞാൽ സിമിലി. അല്ലേ, അവളൊരു പൂവിനെ പോലെയാണ്. എന്നാൽ മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഷീ ഈസ് എ റോസ്, അവളൊരു പൂവാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ദ ഓക്സിമറോൺ. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതിനെയാണ് ഓക്സിമറോൺ എന്ന് പറയുന്നത്. സോഫ്റ്റ് ഗെയിൽസ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൃദുലമായ എന്നർത്ഥം. ഗെയിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ സോഫ്റ്റ് ഗെയിൽസ് എന്നുള്ളത് കൂട്ടിയാണ് വന്നത്. അല്ലേ, ദെൻ മെറി ഷൗട്ട്. മെറി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ നമ്മൾ ശബ്ദം ഉണ്ടാക്കുന്നതിനാണ് മെറി എന്ന് പറയുന്നത്. ഷൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ച വയ്ക്കുന്നതിനെയാണ് ഷൗട്ട് എന്ന് പറയുന്നത്. ഇത് മെറി ഷൗട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള സംഗതികൾ ഒരുമിച്ച് വന്നതാണ് ഇവിടെ കാണുന്നത്. ദെൻ
The poem is rich with images like a cloud bathed in light. അതുപോലെ തന്നെ മറ്റ് സംഗതികളും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദ പോയം ഈസ് റിച്ച് വിത്ത് ഇമേജസ്, ഒരുപാട് ഇമേജുകൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലൗഡ് ബാത്ത്ഡ് ഇൻ ലൈറ്റ്, എക്കോയിങ് ഹിൽസ്, ഫ്ലോയിങ് ഓഫ് റിവർ, വീൽഡ് ഇൻ സ്പൈറൽ വേ, ഇതെല്ലാം പോയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഇമേജുകളാണ്. ദ സിംബൽസ് അല്ലേ, സിംബൽസ് എന്താണ് ഉപയോഗിച്ചത്? ക്ലൗഡ്സ് ആർ സിംബലൈസ്ഡ് ആസ് ഡിഫീറ്റഡ് ആർമി. ഇവിടെ സിംബൽ ഉപയോഗിച്ചത് മേഘത്തെ ഡിഫീറ്റഡ് ആർമി, പരാജയപ്പെട്ട പടയാളികളെ പോലെ സിംബലൈസ് ചെയ്തു. റിട്ടേണിംഗ് മാർച്ച് അല്ലേ, റിട്ടേണിംഗ് മാർച്ച് എന്നുള്ളത് സിംബലൈസസ് റൈസിങ് സൺ. റിട്ടേണിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരികയാണ് അല്ലേ, റിട്ടേണിംഗ് മാർച്ച് എന്ന് പറഞ്ഞാൽ. ഇവിടെ റൈസിങ് സൺ അല്ലേ, ഇന്നലെ പോയ സൂര്യൻ ഇന്ന് തിരിച്ചു വരുന്നത് തന്നെയാണ് റിട്ടേണിംഗ് മാർച്ച്. ഇതെല്ലാം സിംബൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയത്തിലെ അപ്രിസിയേഷൻ. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിച്ചിരിക്കണം, കാരണം എക്സാമിന് ചോദിക്കുന്നതാണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനും അതുപോലെ തന്നെ ഹാഫ് ഇയർലിക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പോയമാണ് സൺറൈസ് ഓൺ ദ ഹിൽസ്. ഇതോടുകൂടെ നമ്മുടെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നുള്ള ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ നെക്സ്റ്റ് ചാപ്റ്ററും കൂടെ നമുക്ക് തുടങ്ങാം. വാട്ട് ഈസ് ഇറ്റ്? ദ ട്രിപ്പ് ഓഫ് ലേഹോർല. ലേഹോർല എന്ന് പറഞ്ഞത് എന്താ? ഒരു ബലൂണാണ്. അതിലൂടെയുള്ള ഒരു യാത്രയാണ് അല്ലേ. ഈ ഒരു യൂണിറ്റ് തന്നെ എന്തിനെ പ്രതിപാദിക്കുന്നതാണ്? ആ യാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന യൂണിറ്റാണ്. അപ്പോൾ ട്രിപ്പ് ഓഫ് ലേഹോർല ആരാണ് എഴുതിയത്? ഗൈ ഡെ മോപ്പസൻ്റ് ആണ് എഴുതിയത്. ആരാണ് അദ്ദേഹം നോക്കാം. ഗൈ ഡെ മോപ്പസൻ്റ് 1850 to 1893 വാസ് എ പോപ്പുലർ ഫ്രഞ്ച് റൈറ്റർ. ഗൈ ഡെ മോപ്പസൻ്റ് എന്നുള്ളത് ഒരു വളരെ പ്രശസ്തനായ ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്നു. ഹി കൺസിഡേർഡ് ടു ബി ദ വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ മോഡേൺ ഷോർട്ട് സ്റ്റോറി. ആധുനിക ചെറുകഥയുടെ ശില്പികളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ദ ട്രിപ്പ് ഓഫ് ലേഹോർല ഈസ് എബൌട്ട് ഹിസ് റൈഡ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ അല്ലേ. ദ ട്രിപ്പ് ഓഫ് ലേഹോർല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അനുഭവമാണ്. എന്താണത്? ഒരു ബലൂണിനുള്ളിൽ അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ചാണ്, സവാരിയെക്കുറിച്ചാണ് ദ ട്രിപ്പ് ഓഫ് ലേഹോർല എന്നുള്ള ചാപ്റ്റർ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം അല്ലേ. ടേക്ക് പേജ് നമ്പർ 78 അല്ലേ. ഇതിൽ നമുക്ക് കാണാം, ഹൗ ഇൻട്രസ്റ്റിംഗ് ഡസ് ദ എർത്ത് ലുക്ക് വെൻ വ്യൂഡ് ഫ്രം ദ ഡിഫറെൻറ്റ് ആംഗിൾ ഫ്രം ഫാർ അവേ ഫ്രം ഔട്ട് ദർ അല്ലേ. ഒരു വ്യത്യസ്ത കോണിൽ നിന്നും ഭൂമിയുടെ ഒരു വിദൂര ദൃശ്യം ആസ്വദിക്കുന്നത് എത്ര മനോഹരമായിരിക്കും അല്ലേ. നമ്മൾ ഇവിടുന്ന് ഒരുപാട് അകലെ നിന്ന് നമ്മുടെ ഭൂമിയെ വീക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ അനുഭവം എന്തായിരിക്കുമെന്നാണ് പറയുന്നത്. ലെറ്റ്സ് റീഡ് ദ ട്രിപ്പ് ഓഫ് ലേഹോർല. ട്രിപ്പ് ഓഫ് ലേഹോർല എന്നുള്ള ഈ ഒരു ചാപ്റ്റർ നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് ക്രോണിക്കിൾസ് ദ മോപ്പസൺസ് റൈഡ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ കോൾഡ് ലേഹോർല. ട്രിപ്പ് ഓഫ് ലേഹോർല എന്ന ഈ ഒരു ചാപ്റ്റർ ലേഹോർല എന്ന ബലൂണിൽ മോപ്പസാങ് നടത്തിയ യാത്രയെ വിവരിക്കുന്നു. ഓക്കെ, let's start. The trip of Lehorla, Guy de Maupassant. On the morning of the July 8th, I received the following telegram. Fine day, always my predictions. Belgian frontier. Baggage and servants leave at noon at the social session. Beginning of maneuvers at 3. So I will wait for you at the work from the 5 o'clock Jovis. ജൂലൈ 8-ാം തീയതി രാവിലെ എനിക്കൊരു ടെലഗ്രാം ലഭിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, നല്ല ദിവസം അല്ലേ. എൻ്റെ പ്രവചനങ്ങൾ എന്നത്തെയും പോലെ തന്നെയാണ് നടക്കുന്നത്. ഞാൻ ബെൽജിയം രാജ്യ അതിർത്തിയിലാണ്. സൗഹൃദ സമ്മേളനത്തിൽ നിന്നും സാധനങ്ങളും ജോലിക്കാരും എല്ലാം ഉച്ചയ്ക്ക് തന്നെ തിരിക്കും. പ്രകടനങ്ങളെല്ലാം 3 മണിക്ക് തന്നെ ആരംഭിക്കും. അതുകൊണ്ട് 5 മണി മുതൽ നിന്നെ ഞാൻ പണി നടക്കുന്ന ആ ഒരു സ്ഥലത്ത് കാത്തിരിക്കും. ഡേവിസ്. ഈ ഒരു ടെലഗ്രാമാണ് രാവിലെ തന്നെ എനിക്ക് ലഭിച്ചത്. ഈ ഒരു ഇതിലെ സ്പീക്കർ ആരാണ്? ഗൈ ഡെ മോപ്പസൻ്റ്. അദ്ദേഹമാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. അറ്റ് 5 o'clock ഷാർപ്പ് ഐ എൻറ്റഡ് ദ ഗ്യാസ് വർക്ക്സ് അറ്റ് ലാവിലറ്റെ. കൃത്യം 5 മണിക്ക് തന്നെ ലാവിലറ്റയിലെ ഗ്യാസ് വർക്കിൽ ഞാൻ എത്തി. ദ ബലൂൺ ഈസ് ലൈയിങ് ഓൺ ദ കോർട്ട് യാർഡ് ആൻഡ് ഹാസ് ദ അപ്പിയറൻസ് ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത് ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട് അണ്ടർ എ റോപ്പ്.
മഞ്ഞ തുണി കൊണ്ടുണ്ടാക്കിയ ഒരു കേക്ക് പോലെ ബലൂൺ അങ്കണത്തിൽ തന്നെ കിടക്കുന്നുണ്ടായി, അല്ലെങ്കിൽ മുറ്റത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കയറിനടിയിൽ താഴെ അത് പരന്ന് കിടക്കുകയായിരുന്നു. 200 or 300 people are looking at it, sitting or standing, or some are examining the basket, a nice little square basket for a human cargo, bearing on its side in gold letters on a mahogany plate the words Le Horla. ഏകദേശം 300ഓളം പേർ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചിലർ ഇരിക്കുന്നുണ്ടായിരുന്നു, ചിലർ നിൽക്കുന്നുണ്ടായിരുന്നു. ചില ആളുകൾക്ക് ബാസ്ക്കറ്റ് നിരീക്ഷിക്കുന്ന പണിയായിരുന്നു. മനുഷ്യരെ കയറ്റുന്ന ഒരു സമചതുര പെട്ടിയായിരുന്നു അത്. അതിൻ്റെ ഒരു വശത്ത് സ്വർണ്ണാക്ഷരങ്ങളിൽ ഒരു മഹാഗണി പ്ലേറ്റിൽ എന്തെഴുതി വച്ചിരുന്നു? ലേ ഹൊർല എന്ന് എഴുതി വച്ചിരുന്നു. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ഹെയർ ബലൂൺ, ഹോട്ട് എയർ ബലൂൺ. അല്ലേ, എയർ ബലൂണിൻ്റെ ഒരു പേരായിരുന്നു ലേ ഹൊർല. Suddenly, the pupil begin to stand back, for the gas is beginning to enter into the balloon through a long tube of yellow cloth, which lies on the soil, swelling and undulating like an enormous worm. But another picture occurs to every mind. It is thus the nature itself nourishes being until their birth. The creature that will rise soon begins to move, and the attendants of the Captain Jovis, as the Le Horla grows larger, spread and put in place a net which covers it, so that the pressure will be regular and equally distributed at every point. മഞ്ഞ തുണി കൊണ്ടുള്ളായിരുന്ന ട്യൂബിലൂടെ ബലൂണിനകത്തേക്ക് വായു നിറച്ചു തുടങ്ങിയപ്പോൾ കാണികളെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അല്ലേ, എണ്ണയിലായിരുന്നു തുണി കിടന്നിരുന്നത്. പക്ഷേ ഒരു വലിയ പുഴുവിനെ പോലെ അത് വിയർക്കാനും അനങ്ങാനുമൊക്കെ തുടങ്ങി. ഇങ്ങനെ നിന്നപ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും മറ്റൊരു ചിന്ത കടന്നു വന്നു. ലേ ഹൊർല വലുതാകാൻ തുടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ ജോവിസിൻ്റെ സഹായികൾ അവിടെ നിന്നുകൊണ്ട് വല ശരിയാക്കാൻ തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായും വളരെ തുല്യമായും വായു നിറയുവാൻ ആ വലയൊക്കെ ശരിയാക്കുന്നത് വളരെ സഹായിക്കും. The crowd has begun to talk, and some men who appear to be specialists affirm the authority that we shall come down before reaching the fortifications. Several other things have been criticized in this novel type of balloon, with which we are about to experiment with so much pleasure and success. Meanwhile, the balloon is growing slowly but surely. കാണികളെല്ലാം സംസാരിക്കാൻ തുടങ്ങി. വളരെ വിദഗ്ധരെ പോലെ ഇരിക്കുന്ന ചിലർ ഞങ്ങളോട് താഴെ വരുവാൻ ആവശ്യപ്പെട്ടു. ഈ പുതിയ രീതിയിലുള്ള ബലൂണിനെക്കുറിച്ച് ധാരാളം വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷേ വളരെ സന്തോഷത്തോടെയും വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഞങ്ങളത് പരീക്ഷിച്ചിരുന്നത്. ബലൂൺ എന്ത് ചെയ്തു? സാവധാനത്തിൽ ക്രമമായി വലുതാവാൻ തുടങ്ങി. Captain Jovis and his assistants are busy with the last details. The travelers go to dine in the canteen of the gasworks, according to the established custom. ക്യാപ്റ്റൻ ജോവിസും ഈ ഒരു ക്യാപ്റ്റൻ്റെ പേര് നമ്മൾ നന്നായി ഓർമ്മിച്ച് വെക്കണം. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലൂടെ നമ്മൾ 3 ക്യാപ്റ്റന്മാരുടെ പേരുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ക്യാപ്റ്റന്മാരെയും നമ്മൾ മാറിപ്പോകരുത്. ട്രിപ്പ് ഓഫ് ലേ ഹൊർലയുടെ ക്യാപ്റ്റൻ ജോവിസ് ആണ്. ഇനി നമുക്ക് ക്യാപ്റ്റൻ ഹാമ്പിൾ ഒക്കെ വരാനുണ്ട്. 3 ക്യാപ്റ്റന്മാരെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മാറിപ്പോകരുത്. ക്യാരക്ടർ സ്കെച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്യാപ്റ്റൻ ജോവിസ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹായികളും അവസാന തയ്യാറെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? പതിവ് പോലെ യാത്രക്കാർ ഗ്യാസ് വർക്കിലെ ഭക്ഷണശാലയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. When we are come out again, the balloon is showing enormous and transparent, prodigious golden fruit, fantastic pear which is still ripening, covered by the last rays of the setting sun. Now the basket is attached, the barometers are brought, the siren which will be blow to our heart's content, it is also brought, also the 2 trumpets, the eatables, the overcoats, the raincoats, and the small articles that can go with one in that flying basket. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ ബലൂൺ ഇരുവശങ്ങളിലേക്കും നല്ലപോലെ ആടുകയായിരുന്നു. അല്ലേ, അതെങ്ങനെയായിരുന്നു? വളരെ ട്രാൻസ്പാരൻ്റ് ആയിരുന്നു. അല്ലേ, പ്രോഡിഗിയസ് എന്ന് പറഞ്ഞാൽ വലിയ ഗോൾഡൻ ഫ്രൂട്ട്. അല്ലേ, വലിയ പഴുത്ത് പാകമായിരിക്കുന്ന ഒരു പഴത്തിന്മേൽ അസ്തമയ സൂര്യൻ്റെ പ്രകാശം പതിഞ്ഞതുപോലെയാണ് നമുക്ക് കാണപ്പെടുന്നത്.
അതുപോലെ തന്നെ കൊട്ട എന്തുമായി ബലൂണുമായി ബന്ധിപ്പിക്കുകയും ബാരോമീറ്റർ കൊണ്ടുവരികയും എല്ലാം ചെയ്തിരുന്നു. സൈറണും മുഴങ്ങിക്കഴിഞ്ഞു. ആളുകൾക്ക് പറക്കുന്ന കൊട്ടയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു ബാസ്ക്കറ്റിൽ ആരൊക്കെയാണോ യാത്ര ചെയ്യുന്നത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി 2 കുഴലുകളും ഭക്ഷണ സാധനങ്ങളും റെയിൻ കോട്ടും അതുപോലെ തന്നെ ഓവർ കോട്ടും എല്ലാം കൊണ്ടുവന്നു. Then the Captain Jovis is now ready and called the passengers. ഇപ്പോൾ ആര് റെഡിയായിരുന്നു? ക്യാപ്റ്റൻ ജോവിസ് തയ്യാറാവുകയും യാത്രക്കാരെ എല്ലാം വിളിക്കുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫിൽ ആരെല്ലാമാണ് ഇതിലെ യാത്രക്കാരെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാം. നെയിം ദ പാസഞ്ചേഴ്സ് ഇൻ ദ ബലൂൺ എന്നൊരു ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ ഓരോന്നിലും ഈ ഓരോ ആളുകളുടെ പേരും നമ്മൾ പഠിച്ചിരിക്കണം. ആരൊക്കെയാണ് യാത്രക്കാരെന്ന് നമുക്ക് എഴുതാം. Lieutenant Mallet jumps abroad, climbing first on the aerial net between the basket and the balloon, from which he will watch. അവിടെ നിന്ന് അദ്ദേഹത്തിന് നിരീക്ഷിക്കാം. During the night, Lehorla across the skies as the officer on watch standing on starboard watches the course of the ship. Mr. Etterine Beer gets in after him. Then comes Mr. Paul Busson, then Mr. Patrice Iris, and then I get in the last, who is I. Maupassant. But the basket is too heavy for the balloon, considering the long trip to be taken, and Mr. Iris has to get out, not without great regret. അങ്ങനെ ലെഫ്റ്റനൻ്റ് മാലറ്റ് എവിടെ കയറി? ബലൂണിനും ബാസ്ക്കറ്റിനും ഇടയിലുള്ള വലയിലേക്ക് ആദ്യമായി ചാടിക്കയറി. അതിലിരുന്നു കൊണ്ട് രാത്രികാലങ്ങളിൽ ലേഹോർലയുടെ ആകാശത്തിലൂടെയുള്ള സഞ്ചാരം വീക്ഷിക്കുവാനൊക്കെ ആർക്ക് സാധിക്കുമായിരുന്നു? ലെഫ്റ്റനൻ്റ് മാലറ്റിന് സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ശേഷം പിന്നീട് മിസ്റ്റർ എറ്ററിൻ ബിയർ കയറി. ദെൻ മിസ്റ്റർ പോൾ ബസൻ്റ് കയറി. അടുത്തതായി പാട്രിസ് ഐറിസും കയറി. അവസാനമായി ഒടുവിൽ ഞാനായിരുന്നു കയറിയത്. ആരാണ് ഞാൻ? ഗൈഡെ മോപ്പസൻ്റ്. പക്ഷേ ബലൂണിന് എന്തായിരുന്നു? ഭാരം, ബാസ്ക്കറ്റിൻ്റെ ഭാരം കൂടിയതുകൊണ്ട് മിസ്റ്റർ ഐറീസിന് എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. അയാൾക്കത് വളരെയധികം സങ്കടം തന്നെയായിരുന്നു. എന്തില്ലാതെ പശ്ചാത്താപമില്ലാതെയല്ല അദ്ദേഹം ഇറങ്ങിയത്. അദ്ദേഹത്തിന് സങ്കടം ഉണ്ടായിരുന്നു ഈ ഇറങ്ങിയതിൽ. മിസ്റ്റർ ജോലിയറ്റ് എറക്റ്റ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ബാസ്ക്കറ്റ് ബെഗ്സ് ദ ലേഡീസ് ഇൻ വെരി ഗാലന്റ് ടേംസ് to stand aside a little, for he afraid to might throw sand on their heads in rising. Then he commands. മിസ്റ്റർ ജോലിയറ്റ് കുട്ടിയുടെ അറ്റത്ത് വന്നു സ്ത്രീകളോട് അദ്ദേഹം വളരെ മാന്യമായി കുറച്ച് അകലേക്ക് മാറി നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. പറന്നുയരുമ്പോൾ അവരുടെ മേൽ തൊപ്പികളിൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെല്ലാം പൊടിയും മണ്ണും വീഴണ്ട എന്ന് കരുതിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. then അദ്ദേഹം പിന്നെന്താ പറഞ്ഞത്? ലെറ്റ് ഇറ്റ് ലൂസ് ആൻഡ് കട്ടിങ് വിത്ത് വൺ സ്ട്രോക്ക് ഓഫ് ഹിസ് നൈഫ് ദ റോപ്പ് ദാറ്റ് ഹോൾഡ് ദ ബലൂൺ ഓൺ ദ ഗ്രൗണ്ട് ഹി ഗിവ്സ് ലേഹോർല ഇറ്റ്സ് ലിബർട്ടി. അദ്ദേഹം പിന്നീട് അദ്ദേഹം അതിനെ അയക്കുവാൻ പറഞ്ഞു. ബലൂണിന് കെട്ടിയിട്ടിരിക്കുന്ന കയറൊന്ന് ലൂസാക്കാൻ പറഞ്ഞു. ബലൂണിനെ ഗ്രൗണ്ടിൽ കെട്ടിയിരിക്കുന്ന ചരട് അദ്ദേഹം തൻ്റെ കത്തി കൊണ്ട് മുറിക്കുകയും ലേഹോർലക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. In 1 second we fly skyward and nothing can be heard. We float, we rise, we fly, we glide. Our friends shout with glee and applaud. But we hardly hear them, we hardly see them. We are already so far, so high. What? Are you really leaving these people down there? Is it possible? Paris spread like beneath us a dark bluish patch cut by the street, from which rise here and there domes, towers, steeples. Then around the plain the country, traversed by the long roads, thin and wide. Amidst the green fields of a tender dark green, the woods are almost black. അങ്ങനെ ഒരു നിമിഷത്തിനുള്ളിൽ ഞങ്ങളെല്ലാവരും പറന്നുയർന്നു. ഒന്നും തന്നെ കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. ഞങ്ങൾ ഒഴുകി നടന്നു, ഉയർന്നു, പറന്നു, ഞങ്ങൾ വഴുതി വീണു. ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം സന്തോഷം കൊണ്ട് ആർത്തുല്ലസിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം കൈയടിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അവരെ ശരിക്കോ കാണുവാനോ കേൾക്കുവാനോ ഒന്നും സാധിച്ചില്ല. അതിനകം ഞങ്ങൾ ഒരുപാട് അകലെയും അതുപോലെ തന്നെ ഒരുപാട് ഉയരത്തിലും എത്തിയിരുന്നു. ഞങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു. ഞങ്ങൾ ശരിക്കും താഴെയുള്ളവരെ വിട്ടുപോരുക തന്നെയാണോ? ഇത് ശരിക്കും സംഭവിക്കുകയാണോ? പാരീസ് എന്ന നഗരം ഞങ്ങൾക്ക് താഴെ പരന്നു കിടക്കുന്നുണ്ടായിരുന്നു.
എങ്ങനെയായിരുന്നു പാരീസിനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്? തെരുവുകളാൽ കീറി മുറിക്കപ്പെട്ട ഇരുണ്ട നീല നിറത്തിലുള്ള ഒരു ഉപരിതലമായി പാരീസിനെ കാണപ്പെട്ടു. അവിടെയും ഇവിടെയുമായി വലിയ കെട്ടിടങ്ങൾ, പള്ളികൾ, മിനാരങ്ങൾ, അതേപോലെ തന്നെ ഗോപുരത്തിൻ്റെ അഗ്രങ്ങളെല്ലാം നമുക്ക് കാണാമായിരുന്നു. അതേപോലെ നീണ്ട റോഡുകൾ കടന്നു പോകുന്ന പച്ചുവയലുകൾ ഉണ്ട്. ഇരുണ്ട കാടിനിടയിൽ സമതലങ്ങൾ കാണാം. താഴെ നിന്നാൽ കാണാൻ സാധിക്കാത്ത സൂര്യനെയും ഞങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ദ സൺ വിച്ച് വി കുഡ് നോ ലോങ്ങർ സീ ഡൗൺ ബിലോ നൗ റീഅപ്പിയേഴ്സ്. താഴെ നിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൂര്യനെ പോലും ഞങ്ങൾക്കിപ്പോൾ എവിടെ നിന്ന് കാണാമായിരുന്നു? ഫ്രം ദ ബലൂൺ, ബലൂണിൽ നിന്ന് ഞങ്ങൾക്ക് കാണാമായിരുന്നു. In fact, we can see whether we are rising or sinking only by throwing a cigarette paper out of the basket now and then. If this paper reappears to fall down like a stone, it means that the balloon is rising. If it appears to shoot skyward, the balloon is descending. ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് സിഗരറ്റ് പേപ്പർ ഇടുമ്പോൾ മാത്രമാണ് ഞങ്ങൾ താഴുകയാണോ അല്ലെങ്കിൽ ഉയരുകയാണോ എന്ന കാര്യം ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നത്. ഒരു കല്ല് പോലെ കടലാസ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഞങ്ങൾ ഉയർന്നു പോവുകയാണ്. ഇനി അതല്ല, ആകാശത്തോട്ടാണ് അത് ഉയർന്നു പോവുകയെങ്കിൽ ഞങ്ങൾ ബലൂൺ താഴേക്കാണ് ഇറങ്ങുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. The two barometers mark about 500 meters. And we gaze with enthusiastic admiration the earth we are living and to which we are not attached in any way. It's look like a colored map, an immense plan of the country. All its noises, however, rise to our ears very distinctly, easily recognizable. We hear the sound of the wheels rolling in the street, the snap of the whip, the cries of the drivers, the rolling and whistling of trains, and the laughter of a small boys running after one another. Every time we pass over a village, the noise of the children's voices is heard about the rise and with the greatest distinctness. ഏകദേശം 2 ബാരോമീറ്ററുകളിലും 500 മീറ്ററാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഞങ്ങൾ 500 മീറ്റർ ഉയരത്തിലാണ്. നമ്മൾ ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടെ ഞങ്ങൾ നോക്കി. ഒരു വർണ്ണമയമായ ഭൂപടം പോലെയാണ് ഞങ്ങൾക്കത് തോന്നിയത്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ശബ്ദങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു. എങ്ങനെയുള്ള സൗണ്ടുകൾ? വളരെ ഞങ്ങളുടെ ചെവിയിലേക്ക് വളരെയധികം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ്, വളരെ ക്ലിയർ ആയിട്ടായിരുന്നു അത് കേട്ടിരുന്നത്. റോഡിലൂടെ ഉരുളുന്ന ചക്രങ്ങളുടെ ശബ്ദം, അതുപോലെ തന്നെ കുതിരവണ്ടിയുടെ ചാട്ടയടി ശബ്ദം, വണ്ടി ഓടിക്കുന്ന ആളുകളുടെ ഉച്ചത്തിലുള്ള സംസാരം, തീവണ്ടിയുടെ ശബ്ദം, ചൂളം വിളി കേൾക്കാം. ഒന്നിനു പിറകെ ഒന്നായി ഓടുന്ന കുട്ടികളുടെ ശബ്ദം, അതുപോലെ തന്നെ കാടപ്പക്ഷിയുടെ ശബ്ദം, ഓരോന്നിൻ്റെയും ശബ്ദം വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ദ ഗ്രേറ്റ് ഡിസ്റ്റിങ്ക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ഓരോന്നിൻ്റെയും നമുക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. ദ വ്യൂ ഈസ് സൂപ്പർ. It is dark on earth, but we are still in the light. And now past 10 o'clock. Now we begin to hear the slight country noises, the double cry of the quail in particular, then the mewing of cat and the barking of dogs. Surely the dog have scented the balloon. They have seen it and gave in the alarm. We can hear them barking all over the plain and making the identical noise that they make when baying at the moon. The cows also seem to wake up in the barns, for we can hear them lowing, and all the beasts are scared and moved before the aerial monster that is passing. ഈ ഒരു കാഴ്ച, മുകളിൽ നിന്ന് ഭൂമിയെ കാണുന്ന ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിരുന്നു. ദ വ്യൂ ഈസ് സൂപ്പർ. ഇറ്റ് ഈസ് ഡാർക്ക് ഓൺ എർത്ത്. ഇപ്പോൾ ഭൂമിയിൽ എന്താണ്? ഇരുട്ടായിരുന്നു. ബട്ട് വി ആർ സ്റ്റിൽ ഇൻ ദ ലൈറ്റ്. പക്ഷേ ബാസ്ക്കറ്റിലുള്ള ഞങ്ങൾ എന്തായിരുന്നു? വെളിച്ചത്തിലായിരുന്നു. ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നൗ വി ബിഗിൻ ടു ഹിയർ ദ സ്ലൈറ്റ് കൺട്രി നോയ്സസ്. ഈ ഒരു താഴെയുള്ള ഭൂമിയുടെ ചെറിയ ശബ്ദങ്ങളായിരുന്നു ഞങ്ങൾക്ക് കേട്ടിരുന്നത്. എസ്പെഷ്യലി ദ ഡബിൾ ക്രൈ ഓഫ് ദ കോയൽ. കോയൽ എന്ന പക്ഷിയുടെ ഒരു കരച്ചിൽ കേൾക്കാമായിരുന്നു. പട്ടിയുടെ കരച്ചിൽ, പൂച്ചയുടെ കരച്ചിൽ,
ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ബലൂണിൻ്റെ മണം അതുപോലെ തന്നെ പട്ടികൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അത് കണ്ട് അവരത് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അവ കുരച്ചുകൊണ്ട് താഴെ ഓടി നടക്കുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. തൊഴുത്തിൽ നിൽക്കുന്ന പശുക്കളെ അവർ വിവരമറിയിച്ചു. അവരും ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. അവ അമറുന്ന ശബ്ദം ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. എന്തായിരുന്നു എല്ലാവരും കാണുന്നത്? വായുവിലൂടെ നീങ്ങുന്ന ഒരു ഭീകര രൂപമായിരുന്നു ജന്തുക്കളെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം വളരെയധികം പേടിച്ചുപോയി. ഓൾ ദ ബീസ്റ്റ് ആർ സ്കെയർഡ്. അല്ലേ, എല്ലാ മൃഗങ്ങളും പേടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മൂവ്ഡ് ബിഫോർ ദ ഏരിയൽ മോൺസ്റ്റർ. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയൽ മോൺസ്റ്റർ, ആകാശത്തിലുള്ള ഈ ഒരു രാക്ഷസൻ അല്ലെങ്കിൽ മോൺസ്റ്റർ പാസ് ചെയ്യുന്നത് കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. The delicious odors of the soil will rise towards us. The smell of hay, the smell of flowers, of the moist verdant earth perfuming the air. മണ്ണിൻ്റെ ഗന്ധം, അല്ലെ, ദ ഡെലീഷ്യസ് ഓഡർ, അല്ലെ, സമൃദ്ധമായ മണ്ണിൻ്റെ മണം ഞങ്ങൾക്ക് അടുത്തേക്ക് ഉയർന്നു വന്നു. പൂക്കളുടെയും ഈർപ്പത്തിൻ്റെയും പച്ചമണ്ണിൻ്റെയും വൈക്കോലിൻ്റെയും ഗന്ധമെല്ലാം വായുവിൽ പരന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഇത്രയും ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയും ഭാഗം നന്നായി വായിച്ച് ക്ലിയർ ചെയ്യുക. Okay, now I here to stop my class. Thank you.